നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. വൈദ്യജൻ്റെ ഹരിനാമകീർത്തനത്തിലെ അടുത്തൊരു പദ്യത്തിലേക്ക് പോവാം. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. റിഭൂഷൺ എന്നു ചിലർ ഭാഷിക്കലും ചിലർ കളിപ്പാവിയെന്നു പറയുന്നാകിലും മനസ്സി ആവോ നമുക്കു തിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽക ഹരിനാരായണായ നമ. അപ്പോൾ മായാമോഹത്തിൽ ആണ്ട് കിടക്കുന്ന മനുഷ്യൻ അജ്ഞാനത്തിൽ വർത്തിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ളവർ എപ്പോഴും ഈശ്വരനെയും ഭക്തന്മാരെയും ഒക്കെ പരിഹസിക്കും എന്നാണ് അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ പരിഹാസ ശരങ്ങൾ ചിലപ്പോൾ പിന്നെ ഈ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് ചിലപ്പോൾ അത് കേൾക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടാവും. എന്നാലും ആ ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വരനെ അറിയുക, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ജിജ്ഞാസുവായിട്ടുള്ള ഒരാൾ, അയാൾ ആ ഒരു ഉദാസീന ഭാവത്തിൽ ആ കാര്യങ്ങളൊക്കെ പുറന്തള്ളും. അതായത് അതിനൊന്നും വലിയ കാര്യമായിട്ട് എടുക്കില്ല. അതാണ് അങ്ങനെയുള്ള അങ്ങനെ പറയുന്നവരെയാണ് മൂഢന്മാരെന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. അതാണ് റീഭൂഷൺ എന്ന് പറഞ്ഞത്. റീഭൂഷൺ എന്ന് ചിലർ ഭാഷിക്കലും. അപ്പോൾ വിഡ്ഢിയായ ചില മനുഷ്യരുടെ ആ ഒരു മറ്റുള്ളവരെ പരിഹസിക്കുന്നതും ഇവനൊരു പാപിയാണെന്നൊക്കെ പറഞ്ഞ് നിന്ദിക്കുന്നതും, അപ്പോൾ ഈശ്വരനെ അറിയാൻ യത്നിക്കുന്നവരെ പരിഹസിക്കുന്നവരെ കുറിച്ചാണ് ഈ പദ്യം പറയുന്നത്. അങ്ങനെയുള്ള അങ്ങനെ പരിഹസിക്കുന്ന വിഡ്ഢിയായ ആളുകൾ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് സത്യാന്വേഷി അല്ലെങ്കിൽ ജിജ്ഞാസുവായ ആ സാക്ഷാത്കാരത്തിന് വേണ്ടി യത്നിക്കുന്ന അയാൾ നിരന്തരം നാമ സങ്കീർത്തനങ്ങളിലൂടെയും കീർത്തനങ്ങളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അയാൾ അതുതന്നെയാണ് തുടരേണ്ടത് എന്നും എഴുത്തച്ഛൻ ഒരു ഉപദേശം നൽകുന്നു. അങ്ങനെ ഉള്ള ആ ഹരിനാരായണനായിക്കൊണ്ട് നമസ്കാരം പറയുന്നത്, അതിൻ്റെ വാക്കുകളുടെ അർത്ഥം നോക്കിയാൽ ഭോഷൻ, ഭോഷൻ മഠയൻ എന്നാണ്. എന്ന് പറയുമ്പോൾ വിഡ്ഢിയായ. അപ്പോൾ വിഡ്ഢിയായ മഠയൻ എന്നൊന്നും കൂടെ നിന്ദയോടുകൂടി പറയുന്ന റിഭൂഷൻ. റിഭൂഷൻ എന്ന് ചിലർ ഭാഷിക്കലും വിഡ്ഢിയായ മടയൻ എന്ന് ചിലർ ഭാഷിക്കില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കും. ഈ സത്യാന്വേഷികളെ മടയനാണ്, ജീവിതം ആസ്വദിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കും. അപ്പോൾ വേറെ ചിലർ ഈ പാപി എന്ന് കളിപ്പാപി എന്ന് പറയുന്നു, പാപി എന്ന് പറയുന്നു. ഇവനൊരു പാപിയാണെന്ന് പറഞ്ഞ് നിന്ദിച്ചാലും മനസ്സി ഉള്ളിൽ ആവോ നമുക്ക് തിരിയായെന്നുറച്ച് ഒരു കാലുഷ്യവും കൂടാതെ നമുക്കൊരു ദോഷവും വരാനൊന്നുമില്ല, പറയുന്നവരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് പറയില്ലേ. തിരുനാമങ്ങൾ ചൊല്ലുക, നാമസ്മരണ കീർത്തനങ്ങൾ തുടരേണ്ടതാണ്. ഹരിനാരായണ നമസ്കാരം. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു വലിയ കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്നവർക്ക് താഴെ വെള്ളപ്പൊക്കം വന്നാൽ വലിയ കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതുപോലെയാണ്. അല്ലെങ്കിൽ ആനപ്പുറത്തിരിക്കുന്നവരിന് താഴെ ചെറിയ മൃഗങ്ങളോ എന്തെങ്കിലുമൊക്കെ അപശബ്ദങ്ങൾ ഉണ്ടാക്കിയാൽ അതൊന്നും ആനയ്ക്ക് തീരെയും പ്രശ്നമല്ല. ആനപ്പുറത്ത് ഇരിക്കുന്നവന് ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാകും, ആനയ്ക്കതൊരു പ്രശ്നമല്ല. അപ്പോൾ അതുപോലെയാണ് നമ്മളും ഇതൊന്നും ചെറിയ പരിഹാസ ശരങ്ങൾ ഒന്നും നമ്മൾ ഗൗനിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഭഗവാന്റെ ആ ഒരു എല്ലാ തരത്തിലുള്ള എന്താ പറയുക സപ്പോർട്ടും നമുക്കുണ്ടാവും. അതായത് യഥാർത്ഥ ഭക്തൻ അപമാനങ്ങൾക്ക് ഉപരി ഉയരേണ്ടതാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ താഴെക്കൂടെ പല ജന്തുക്കളും പല അപശബ്ദങ്ങളുണ്ടാക്കുമ്പോൾ ഒരു ആനപ്പുറത്ത് കയറിയിരിക്കുന്നവന് ഈ ചെറിയ ജന്തുക്കളുടെ പ്രശ്നമില്ല. അതുപോലെ ആയിരിക്കണം ചിത്തശുദ്ധിക്കായിട്ട് നമ്മൾ പല
നാമജപ സാധനകളിലൊക്കെ ഏർപ്പെടുമ്പോൾ പരിഹാസ ശരങ്ങൾ ഉണ്ടാവും എന്നാണ് ഈ ഒരു പദ്യം പറയുന്നത്. ഈ പദ്യത്തിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഭക്തൻ തൻ്റെ ചിത്തത്തിൻ്റെ പരീക്ഷണങ്ങളായിട്ട് വേണം ഇതെല്ലാം കണക്കാക്കേണ്ടത്. ഈ പരിഹാസശരങ്ങൾ, പ്രശംസകളിലും അധികം വീണു പോകരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ പരിഹാസങ്ങളിലും വീണു പോകരുത്. അതുകൊണ്ടാണ് മനസ്സ് അല്പം പോലും കലുഷമാകാതിരിക്കാൻ വേണ്ടി ഒരു സത്യാന്വേഷി അല്ലെങ്കിൽ ഒരു ജിജ്ഞാസു അല്ലെങ്കിൽ ഒരു ഉത്തമ ഭക്തൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം. കാരണം ഈ പ്രശംസകളുണ്ടാവും, അതിലും വീഴരുത്. അതുപോലെ പിന്നെ പരിഹാസങ്ങളുണ്ടാവും, അപമാനങ്ങളുണ്ടാവും. അതൊന്നും നമ്മളെ ബാധിക്കാതെ നിരന്തരം നാമസ്മരണയിൽ മുന്നോട്ട് പോകാൻ കഴിയണം എന്നാണ് ഒരു സാധകന് അല്ലെങ്കിൽ ഒരു സത്യാന്വേഷിക്ക് എഴുത്തച്ഛൻ നൽകുന്ന ഒരു വലിയ ഒരു നിർദ്ദേശം. ഇതിനെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഭഗവത്ഗീതയിൽ ചാപ്റ്റർ 12 വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകം കൂടെ എടുത്ത് പറയുന്നു. തുല്യ നിന്ദാസ്തുതിർ മൗനി സന്തുഷ്ടോയേന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഹ എന്ന് പറഞ്ഞാൽ നിന്ദയിലും സ്തുതിയിലുമൊക്കെ തുല്യമായിട്ടുള്ള മനസ്സ്, സമചിത്തത എന്ന് പറയും. അവനാണ് സന്തുഷ്ടൻ. അങ്ങനെ വർത്തിക്കുമ്പോൾ അവന് കിട്ടുന്ന സന്തുഷ്ടത അല്ലെങ്കിൽ സന്തോഷം, അതാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് അധികം നാൾ നമുക്ക് ഒരേപോലെ ഇരിക്കാൻ പറ്റില്ല. പക്ഷേ കാരണം പലതും നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ നിന്ദയും സ്തുതിയൊക്കെ ഒരേപോലെ എടുക്കുക, നല്ലതും ചീത്തയും ദ്വന്ദ്ങ്ങളെല്ലാം ഒരേപോലെ നേരിടുക, ജയവും പരാജയവും. അങ്ങനെ നേരിടുന്ന ആ വ്യക്തിക്ക് എപ്പോഴും സന്തോഷത്തിൽ വർദ്ധിക്കാൻ കഴിയുമെന്നും അവനാണ് എനിക്ക് പ്രിയപ്പെട്ട അവൻ്റെ ഭക്തിയാണ് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നത്. ആ ഭക്തി എപ്പോഴും ഒരു കുറവില്ലാതെ തുടരും. അപ്പം അതാണ് 12ാമത്തെ ചാപ്റ്ററിലുള്ള ആ ഒരു ശ്ലോകമാണ് ഇപ്പോൾ പറഞ്ഞത്. തുല്യ നിന്ദാസ്തുതിർ മൗനി സന്തുഷ്ടോയേന കേനചിത്. തുല്യ നിന്ദാസ്തുതിർ മൗനി, സ്തുതിയിലും നിന്ദയിലും തുല്യമായ ഭാവം വെച്ച് പുലർത്തുന്ന അവൻ. സന്തുഷ്ടോയേന കേനചിത്, അപ്പോൾ എന്നും ന്യായമായി കിട്ടുന്നത് കൊണ്ട് സന്തുഷ്ടനായി കഴിഞ്ഞുകൂടുന്നു. അപ്പോൾ അയാളുടെ മനസ്സെപ്പോഴും ഭഗവാനിൽ ഉറച്ചിരിക്കുന്നു. അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഹ. അവൻ്റെ മനസ്സെപ്പോഴും സ്ഥിരമതിർ ഭക്തിമാൻ, അവൻ്റെ മനസ്സ് ഭഗവാനിൽ ഉറച്ചിരിക്കുന്നു. മേ പ്രിയോ നരഹ, അവൻ എൻ്റെ പ്രിയപ്പെട്ട ഭക്തനാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഭക്തിയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മളൊക്കെ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയാണ് ഒരു ജീവിതത്തിൽ എങ്ങനെയാണ് എന്താ പറയുക, ഭഗവാനെ അറിയുന്നത് എങ്ങനെ, അതിനുള്ള മാർഗങ്ങൾ എങ്ങനെ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. അതുപോലെ ഈ ലോകത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ട് എല്ലാവർക്കും അനുഭവപ്പെടും. എത്ര വലിയ നിലയിലിരിക്കുന്ന, എത്ര നല്ല നല്ല സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും ജീവിതം ഇങ്ങനെ ഒരു ഗ്രാഫ് പോലെയാണ്, ഇങ്ങനെ വന്നും പോയും കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ഗ്രാഫിനെ നമുക്ക് ഒരുപോലെ നിലനിർത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അതാർക്കും കഴിയില്ല. മഹാത്മാക്കൾ പോലും ഒരുപാട് ആ രംഗത്തൊക്കെ തളർന്ന ആളുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ കാരണം അത് അപ്പോൾ ജീവിതത്തിലെല്ലാം നേരിടാനുള്ള ഒരു പരിശീലനം മാത്രമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അല്ലാതെ എല്ലാം ഒരുപോലെ എപ്പോഴും നിൽക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആർക്കും തന്നെ അങ്ങനെ ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ജീവിതത്തിൽ നല്ലത് വരും, അല്ലാത്തത് വരും, ചീത്ത വരും, നല്ലത് വരും. അപ്പോൾ ഇതെല്ലാം വരുമ്പോഴും എല്ലാത്തിനെയും എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, ഓരോ സമയത്തും എങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ജീവിതം വളരെ വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ ഒരു പരിശീലനം ആവശ്യമാണ്. ആ പരിശീലനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്പിരിച്വലായിട്ടുള്ള നമ്മളുടെ സാധനകൾ അല്ലെങ്കിൽ നമ്മളുടെ ഈ പാരായണങ്ങൾ, നാമജപങ്ങൾ, ഇതെല്ലാം നമുക്ക് യഥാർത്ഥത്തിൽ തരുന്നത് അതാണ്.
അത് ആ ഒരു അറിവിലേക്ക് നമ്മൾ എത്തുകയാണ് വേണ്ടത്. ആ ഒരു അറിവിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഈ ഒരു സാധനകൾ ഒക്കെ അല്ലെങ്കിൽ ഈ അനുഷ്ഠാനങ്ങളൊക്കെ നമ്മളെ നല്ല ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയും ഭഗവാനെ അറിയാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ആ നാരായണനായിക്കൊണ്ട് നമസ്കാരം. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അപ്പം ഇത്രയും ഭാഗങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.